നമസ്കാരം. കേരള മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയുന്നത് ആഘോഷങ്ങളെ കുറിച്ചാണ്. കേരളീയർ എല്ലാ ആഘോഷങ്ങളെയും സ്വീകരിക്കുന്നവരാണ്. റംസാൻ ആയാലും അതുപോലെ തന്നെ ഓണമായാലും ക്രിസ്മസ് ആയാലും ദീപാവലി ആയാലും ഗണേശോത്സവമായാലും കേരളത്തിൽ എല്ലാവർക്കും ഇന്ത്യക്കാർക്ക് കണ്ടും ആഘോഷങ്ങൾ വളരെ സന്തോഷമാണ്. ഇപ്പോൾ നടക്കുന്നത് ഈ ചിങ്ങമാസത്തിൽ ഈ വെളുത്ത പക്ഷത്ത് ഗണേശോത്സവം, വിനായക ചതുർത്ഥി, അതിൻ്റെ വിശേഷങ്ങളാണ്. ഇത് കഴിഞ്ഞ് ഓണം വരും. ഇപ്പോൾ ഗണേശോത്സവം വലിയ രീതിയിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വലിയ ആഘോഷമാണ് നടക്കുന്നത്. ഗണേശോത്സവം ഓരോ വർഷം കഴിയുന്തോറും ചെറുപ്പക്കാരും അതുപോലെ തന്നെ വിശ്വാസികളും ആഘോഷിക്കുന്നവരും പല പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പഴയ കാലത്തെ ഗണേശോത്സവം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഗണേശോത്സവം വളരെ കളർഫുള്ളാണ്. ആഘോഷങ്ങളും ലൈറ്റ് ആൻഡ് സൗണ്ടും അതുപോലെ തന്നെ ഡാൻസ്, അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലുള്ള കുട്ടികളുടെ, സ്ത്രീകളുടെ, ആളുകളുടെ നൃത്യങ്ങൾ, അങ്ങനെയൊക്കെ വളരെ രസമാണ്. ആൾക്കാർക്ക് കാണാനും രസമാണ്. തകർത്ത് പെയ്യുന്ന മഴയ്ക്കിടയിൽ ഒരു ആവേശവും കുറയാണ്ട് അവർ നൃത്തം വയ്ക്കുന്നു, ആഘോഷിക്കുന്നു. ഗണേശോത്സവം വളരെയധികം ആഘോഷിക്കുന്നു. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ കാണാം. ഈ ഗണേശോത്സവത്തിന് ഉപയോഗിക്കുന്ന ഗണേശ വിഗ്രഹം യഥാർത്ഥത്തിൽ സ്ഥിരമായുള്ള ഒരു ദൈവിക ശക്തിയോ ഗണേശ വിഗ്രഹമല്ല. കൊണ്ട് നിർമ്മിച്ച് അതിന് നല്ല കളറൊക്കെ കൊടുത്ത് അതിന് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് അതിന് ദൈവികമായ ഒരു ശക്തി പകർന്ന് പൂജയൊക്കെ ചെയ്ത് ദൈവികമായ ഒരു ശക്തി പകർന്ന് 4 ദിവസം അതിനെ ആരാധിച്ച് ഭക്തജനങ്ങൾ പൂജിച്ച് അതിനുശേഷം നിമജ്ജനം ചെയ്യുക. കുളത്തിലോ അല്ലെങ്കിൽ വലിയ പുഴയിലൊക്കെ നിമജ്ജനം ചെയ്യുക എന്ന ഒരു ചരിത്രമൊരു ചടങ്ങാണ് നടക്കുന്നത്. ആ ചടങ്ങിലേക്കാണ്, നിമജ്ജനം ചെയ്യുന്ന ചടങ്ങിലേക്കാണ് ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങളായി ആ നാട്ടിലെ ഗ്രാമങ്ങളിലെ ഭക്തജനരും അതുപോലെ തന്നെ ആഘോഷിക്കുന്നവരും എത്തുന്നത്.
ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.